ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ സിംഗിൾ ബാൻഡ് റൂട്ടർ എന്നും ഡ്യുവൽ ബാൻഡ് റൂട്ടർ എന്നും കേട്ടിട്ടുണ്ടാവും. അതായത് സിംഗിൾ ബാൻഡ് റൂട്ടർ എന്ന് പറഞ്ഞാൽ 2.4 GHz വർക്ക് ചെയ്യുന്ന റൂട്ടറും ഡ്യുവൽ ബാൻഡ് റൂട്ടർ എന്ന് പറഞ്ഞാൽ 2.4 GHz അതിന് പുറമെ 5 GHz കൂടി ഉള്ള റൂട്ടറാണ് ആ ഒരു ഡ്യുവൽ ബാൻഡ് റൂട്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് സിംഗിൾ ബാൻഡ് വേണോ ഡുവൽ ബാൻഡ് വേണോ എന്നുള്ളത് ഒരു നമ്മുടെ പ്ലാൻ അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഹയർ പ്ലാനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 5 GHz എടുക്കണം. അതായത് 100 MBPS കൂടുതലുള്ള പ്ലാനുകളൊക്കെ ആണെങ്കിൽ ഡുവൽ ബാൻഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അത്രയും വൈഫൈ കവറേജ് അല്ല, വൈഫൈ സ്പീഡും കാര്യങ്ങളൊക്കെ 5 GHz കിട്ടും. സോ അത്രയും ആൾക്കാർ നമുക്ക് ഡുവൽ ബാൻഡ് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ 60 MBPS 30 MBPS അതിന് താഴത്തുള്ള 10 MBPS തുടങ്ങിയുള്ള പ്ലാനുകളിലുള്ളവർക്കൊക്കെ ഡ്യുവൽ ബാൻഡിൻ്റെ ആവശ്യം ഉണ്ടെന്നില്ല. നമുക്കൊരു സിംഗിൾ ബാൻഡ് വെച്ചും നമുക്കത് നോർമലി വേറെ വൈഫൈ ഇൻ്റർഫറൻസ് പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നോർമലി സിംഗിൾ ബാൻഡിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് നോർമലി വരുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സിംഗിൾ ബാൻഡ് റൗട്ടറിൽ തന്നെ നമുക്ക് സിംഗിൾ ബാൻഡ് റൗട്ടറുകളിൽ നമുക്ക് ISP പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, അതായത് സർവീസ് പ്രൊവൈഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സിംഗിൾ ബാൻഡ് റൗട്ടർ ആണെങ്കിൽ ഇത്തരം പ്ലാനുള്ളവർ വേറെ ഡുവൽ ബാൻഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്, ഞാനിവിടെ പറയാൻ പോകുന്നത്, നമുക്കൊരു എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു റൗട്ടർ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. ആ ഒരു 30 MBPS 60 MBPSൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഒരു പ്ലാൻ ഉള്ളത്. നമുക്കൊരു വൈഫൈ കവറേജ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്, അടുത്തൊരു റൂമിലേക്കോ അല്ലെങ്കിൽ മേളിലത്തെ ഒരു ഫ്ലോറിലേക്കോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്. അതിനായിട്ട് നമ്മളൊരു സിംഗിൾ ബാൻഡ് റൂട്ടറാണ്, 2.4 GHz മാത്രമുള്ള ഒരു സിംഗിൾ ബാൻഡ് റൂട്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വയ്ക്കാവുന്ന വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ടറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് ഡീലിംഗിനാണ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഡീലിംഗിൻ്റെ N300 സ്മാർട്ട് റൗട്ടർ R04, അതായത് ഈഗിൾ പ്രോ സീരീസിൽ, ഡീലിംഗിൻ്റെ ഈഗിൾ പ്രോ സീരീസിൽ ഡുവൽ ബാൻഡ് സിംഗിൾ ബാൻഡ് അങ്ങനെ ഒരുപാട് മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഈഗിൾ പ്രോ സീരീസിൽ R04 എന്ന മോഡലാണ് ഈ ഒരു സിംഗിൾ ബാൻഡ് റൂട്ടറിൽ ഞാനിന്ന് പറയാൻ പോകുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റി തോന്നിയിട്ടുള്ളതും വൈഫൈ സിഗ്നലിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ളൊരു റൂട്ടറാണ് ഈ ഒരു ഡീലിംഗിൻ്റെ R04 എന്ന് പറഞ്ഞ ഈ മോഡൽ. അധികം ചാർജും വരുന്നില്ല, അത്യാവശ്യം അധികം എക്സ്പെൻസീവും അല്ലാത്ത ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു സിംഗിൾ ബാൻഡ് റൗട്ടറാണ്. 3 ആൻറ്റിനയോട് കൂടിയാണ് ഈ റൗട്ടർ വരുന്നത്. നോർമലി റൗട്ടേഴ്സ്, സിംഗിൾ ബാൻഡ് റൗട്ടേഴ്സിനൊക്കെ 2 ആൻറ്റിനേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ അത് 3 ആൻറ്റിനയോട് കൂടി അത്യാവശ്യം വൈഡ് കവറേജ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു റൂട്ടറാണ് ഈ ഒരു ഡീലിംഗിൻ്റെ R04 എന്ന് പറഞ്ഞ റൂട്ടർ. ഇനിയിപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്തുള്ള എന്തൊക്കെയാണെന്നത് കാണിച്ചു തരാം. അത് ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളത് വീട്ടിൽ ഓർഡർ ചെയ്ത് വന്നാൽ പോലും നമുക്ക് ഓൾറെഡി ഒരു ISP പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു റൗട്ടർ നമ്മുടെ വീട്ടിലുണ്ടാവും. ആ ഒരു റൗട്ടറിൽ നിന്ന് ഇതിനകത്ത് നമുക്ക് എങ്ങനെ നമുക്കത് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം എന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അത് വയർലെസ് ആയിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് വയർഡായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 2 മോഡിലും ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു R04 എന്ന് പറഞ്ഞാൽ ഈ റൗട്ടറിലോട്ട് വയർഡായിട്ടും വയർലെസ് ആയിട്ടും 2 വിധത്തിലും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കോൺഫിഗർ. റൂട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്മളുടെ റൂട്ടർ, ഈ കാണുന്ന സിംഗിൾ ബാൻഡ് റൂട്ടർ R04, ഡീലിംഗിൻ്റെ R04 N300 റൂട്ടറാണ് മെയിനായിട്ടുള്ളത്. റൂട്ടറിൽ നിന്ന് കൂടാതെ റൂട്ടറിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ടാവും, ഒരു ചാർജർ, ഒരു അഡാപ്റ്ററുണ്ട്. അഡാപ്റ്റർ 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്ററാണത്. ഈ അഡാപ്റ്റർ കൂടാതെ ഒരു എത്തർനെറ്റ് കേബിൾ, ഒരു പാസ് കോഡ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ 3 ഐറ്റംസാണ്. പിന്നെ ഇതിൻ്റെ മാനുവൽ ഗൈഡും വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതെന്നും. ഈ ആപ്ലിക്കേഷൻ, അതായത് ഇതിൻ്റെ ഈഗിൾ പ്രോൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഡീലിംഗിൻ്റെ ഈഗിൾ പ്രോൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാനുവൽ, നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവലിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് ഉപയോഗിച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസാണ് അപ്പോൾ ഇതിനകത്തുള്ളത്. അതായത് ആ ഒരു ഗൈഡ് കൂടാതെ, മാനുവൽ ഗൈഡ് കൂടാതെ ഈ ഒരു അഡാപ്റ്റർ, റൗട്ടർ, പിന്നെ ആ ഒരു കേബിൾ, എത്തർനെറ്റ് കേബിൾ, പാച്ച് കോഡ്, ഇത്രയാണ് ഇതിനകത്ത് ബോക്സിൽ വരുന്നത്. ഇത്രയും സാധനങ്ങളാണ്. ആദ്യം നമ്മളെ പവർ ഓൺ ചെയ്യുക, അഡാപ്റ്റർ പ്ലഗ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓരോ ലൈറ്റ് ഓരോന്നായിട്ട് ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈഗിൾ പ്രോൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് മാനുവൽ കാണുന്നത് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം.
നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണെങ്കിലും ഇല്ലാതെയും നമ്മൾ റൗട്ടർ കോൺഫിഗർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ്, അതായത് ഇതിൻ്റെ പുറകിലായിട്ട് അതിൻ്റെ ഡിഫോൾട്ട് വൈഫൈ പേരും പാസ്വേഡൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഡിഫോൾട്ട് പേരും പാസ്വേഡും ആദ്യം തന്നെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മളിത് കോൺഫിഗർ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് പേരും പാസ്വേഡും നമുക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൺഫിഗർ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ വൈഫൈ സെറ്റിങ്സ് എടുക്കുക. വൈഫൈ സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൂട്ടർ R04ൻ്റെ വൈഫൈ കാണാൻ പറ്റും. കാരണം നമ്മളത് ഓൺ ചെയ്ത് വെച്ചേക്കാണ്. വൈഫൈയുടെ പേര് ഇതുപോലെ കാണാൻ പറ്റും. സോ നമ്മളത് സെലക്ട് ചെയ്ത് ആ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. വൈഫൈയുടെ പാസ്വേഡ് നമ്മളുടെ റൂട്ടറിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. വൈഫൈ പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു പാസ്വേഡ് കറക്റ്റായിട്ട് തന്നെ നമ്മളതിൻ്റെ വൈഫൈയുടെ പാസ്വേഡ് വൈഫൈ സെറ്റിങ്സിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കണക്റ്റഡ് ആവുന്ന കാണാം. ഒപ്റ്റേണിങ് IP അഡ്രസ് എന്ന് പറഞ്ഞു കണക്റ്റഡ് ആവും. കണക്റ്റഡ് ബട്ട് നോ ഇൻ്റർനെറ്റ് ആയിരിക്കും, കാരണം നമ്മളത് കോൺഫിഗർ ചെയ്തിട്ടില്ല. സോ ഈ ഒരു റൂട്ടറിൻ്റെ IP, അതായത് അതിനൊരു റൂട്ടർ IP ഉണ്ടാവും. അത് നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആ ഒരു റൂട്ടറിൻ്റെ LAN IPയിൽ കയറണം. അതിനായിട്ട് നമ്മൾ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ 192.168.0.1 0.1 ആണ് ഇതിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. സോ 0.1 ഓൺ ചെയ്യുക, എൻ്റർ ചെയ്യുക അഡ്രസ് ബാറിൽ, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അതിൻ്റെ പേജ് ഓപ്പൺ ആവും. അതായത് ആ റൗട്ടറിൻ്റെ അഡ്മിൻ പേജ് ഓപ്പൺ ആവും. ഈ കാണുന്ന പോലെ അഡ്മിൻ പേജ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതായത് മോഡത്തിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും അഡ്മിൻ പേജിൻ്റെ പാസ്വേഡ്. അത് കഴിയുമ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് വരും. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു പേജാണ്, ഈ ഒരു പോർഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വയർലെസ് ആയിട്ടും വയേർഡ് ആയിട്ടും രണ്ടിൻ്റെ ഓപ്ഷനും കാണും. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളോട് വയേർഡ് ആയിട്ടാണോ അല്ലെങ്കിൽ വയർലെസ് എക്സ്റ്റൻഡർ മോഡിൽ ആണോ അതോ വയേർഡ് മോഡിലാണോ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മൾ വയേർഡ് ആണെങ്കിൽ വയേർഡ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് കോൺഫിഗറേഷൻ ചെയ്യുക. വളരെ സിമ്പിൾ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ വയർലെസ് ആണ് സെലക്ട് ചെയ്യുന്നത്, അതായത് എക്സ്റ്റൻഡർ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഈ രണ്ട് വിധത്തിലും ഈ റൂട്ടർ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെയും കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും അടിക്കും. അവിടെയും നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഈ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ കുറച്ച് വൈഫൈയുടെ പേര് വരും. ഇപ്പോൾ ഈ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റുപാടത്തുള്ള എല്ലാ വൈഫൈയുടെ പേരുകൾ ഇവിടെ തെളിഞ്ഞു വരും. അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈഫൈ, അതായത് ഇവിടെ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള വൈഫൈ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയാണ് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് പെയർ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ആ നെറ്റ്വർക്കുമായിട്ട് പെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ആ ഒരു സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നമ്മുടെ പാസ്വേഡ്, അതായത് നമ്മുടെ മെയിൻ റൂട്ടറിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം അതുമായിട്ട് നമ്മുടെ മെയിൻ റൂട്ടറുമായിട്ട് ഈ ഒരു റൂട്ടർ പെയർ ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിൽ ഇങ്ങനെ ക്ലോൺ ചെയ്യണോ എന്ന് ചോദിക്കും. അതായത് നമ്മളുടെ അതേ പാസ്വേഡ് പേരിൽ, അതായത് നമ്മുടെ മോഡത്തിൻ്റെ അതേ പേരിൽ അതേ പാസ്വേഡ് തന്നെ മതിയോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് പാസ്വേഡ് ഇടണോ, അതായത് ഈ റൂട്ടറിന് സെപ്പറേറ്റ് പാസ്വേഡ് എന്തെങ്കിലും ഇടണോ എന്നും അതിനകത്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പാസ്വേഡ് ഇടണമെങ്കിൽ വേറെ ഒന്നുമില്ല, അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ആ പേരിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുക. അതായത് നമ്മുടെ എന്തെങ്കിലും EXT-എന്നോ എക്സ്റ്റൻഡറിനുള്ള EXT-എന്നോ മറ്റോ ചേർത്ത് ആ ഒരു പേരിൻ്റെ ചെറിയൊരു വ്യത്യാസം അവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വൈഫൈ ആയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന റൗട്ടറിൻ്റെ ഒരു വൈഫൈയും ഇതിൻ്റെ വൈഫൈയും രണ്ടായിട്ട് കാണാൻ പറ്റും. പാസ്വേഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. രണ്ട് പാസ്വേഡ്, അതായത് അതിൻ്റെ പാസ്വേഡ് തന്നെ ഇതിനടിക്കണം എന്നില്ല. നമുക്ക് അതേ പാസ്വേഡ് തന്നെ മതിയെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. പിന്നെ അവസാനം പോർഷനിൽ ജസ്റ്റ് നമ്മൾ ഒരു പാസ്വേഡ് ചോദിക്കുക. അതായത് റൂട്ടറിൻ്റെ അഡ്മിൻ പേജിൽ കയറാനായിട്ടൊരു പാസ്വേഡ് നമ്മളുടേതായിട്ടൊരു പാസ്വേഡ് ഇട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് ഇട്ട് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ 192.168.1.1 എന്നുള്ള ഈ പേജിൽ കയറാൻ നേരത്ത് അടിച്ചു കൊടുക്കേണ്ട പാസ്വേഡാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. പാസ്വേഡ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുക. അതായത് നമ്മൾ ഇട്ടേക്കുന്ന പാസ്വേഡും നമ്മുടെ എക്സ്റ്റേണലിൻ്റെ പാസ്വേഡും എല്ലാം നമ്മൾ പെയർ ചെയ്യാൻ പോകുന്ന റൂട്ടറിൻ്റെ പാസ്വേഡൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും. സോ നമ്മൾ ലാസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ എഴുതി കാണിക്കും 126 സെക്കൻഡ്സ് സംതിങ് കാണിക്കും. അപ്പോൾ അത് അത്രയും നേരം നമ്മളത് വെയിറ്റ് ചെയ്യുക. അത് റൂട്ടർ കുറച്ച് ടൈം എടുക്കും അത് അപ്പായി വരാനായിട്ട്. അതായത് ഈ കോൺഫിഗറേഷൻ
അതിൻ്റെ നമ്മൾ കൊടുത്ത പോലെ തന്നെ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വേറൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വൈഫൈ സെറ്റിങ്സിൽ ചെല്ലുക. വൈഫൈ സെറ്റിങ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പേര് കാണിക്കും. അപ്പോൾ അതിൽ നമ്മളുടെ പുതിയ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യുക. അത്ര സിമ്പിളായിട്ട് തന്നെ അത് കണക്ട് ആവുകയും ചെയ്യും. സോ ഇത്രയേ ഉള്ള ഒരു കോൺഫിഗറേഷൻ ഉള്ളത് ഇതിൻ്റെ ഒരു വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. വയർഡായിട്ടും ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.